ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ എൻ്റെ ബേബിക്ക് വേണ്ടിയിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ബേബി ഫീഡർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ടോണി സ്റ്റാർക്ക് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ബേബി ഫീഡർ ആണ് വാങ്ങിച്ചിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്. ഇത് 4 months പ്ലസ് ഉള്ള കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കാമെന്നാണ് അവർ പറയുന്നത്. BPA ഫ്രീ ആണ് ഈ ബോട്ടിൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞാല് ഇതൊരു ബോട്ടിലിന്റെ കൂട്ടത്തിൽ വിത്ത് സ്പൂൺ വരുന്നതാണ്. ഈ ഒരു ബോട്ടിൽ എന്ന് പറയുന്നത് 90 ml ആണ്. ഈ ഒരു ബോട്ടിലിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാവേ. കണ്ടോ, സിലിക്കൺ സ്പൂൺ ആണ് വരുന്നത്. ഭയങ്കര സോഫ്റ്റും ഭയങ്കര ഫ്ലെക്സിബിളും ആയിട്ടുള്ള സ്പൂൺ ആണ് ഇതിന് വരുന്നത്. ഒട്ടും ഷാർപ്പല്ല. അപ്പൊ നമുക്ക് കുഞ്ഞിനെ സേഫ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇനി നമുക്കിത് ബോട്ടിൽ ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിനകത്തൊരു ലിഡും കൂടെ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ലിഡ് ഇതിന് കൊടുത്തിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഫീഡ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വെച്ചിട്ട് സീൽ ചെയ്തിട്ട് ഇങ്ങനെ ക്യാപ്പും കൂടെ വെച്ച് അടച്ചു കഴിഞ്ഞാൽ ഒട്ടും ലീക്ക് ആവത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് അവർ ആ ഒരു ലിഡ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇത് ഉപയോഗിക്കുന്നതിന് മുന്നേ വാഷ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. ഇവർ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് 3 to 5 minutes വരെ വെള്ളത്തിലിട്ട് തിളപ്പിക്കാം നമുക്ക്. പിന്നെ അതുപോലെ ഇത് ക്ലീൻ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സിലിക്കൺ ആയതുകൊണ്ട് കട്ടിയുള്ള, അതായത് കമ്പി അങ്ങനെയുള്ള എന്താ പറയുന്ന സാധനങ്ങൾ കൊണ്ട് ഉരച്ച് കഴുകരുത്. ഇതിൽ പാടുകൾ വീഴും. പിന്നെ വേറൊരു ഗുണം ഞാൻ ഇതുകൊണ്ട് കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു കൈ കൊണ്ട് കുഞ്ഞിനെ ഫീഡ് ചെയ്യുമ്പോൾ മറ്റേ കൈ കൊണ്ടാണല്ലോ ഒരു കൈ കൊണ്ട് കുഞ്ഞിനെ എടുക്കുകയും മറ്റേ കൈ കൊണ്ടാണല്ലോ നമ്മൾ ഫീഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും സ്പൂണും നമ്മുടെ കയ്യിലിരിക്കുന്ന എന്താ പറയുന്ന പാത്രങ്ങളൊക്കെ വെക്കാനും ബാലൻസ് ചെയ്യാനൊക്കെ നമ്മൾ പാടുപെടാറുണ്ട്. അപ്പം ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇതിനൊരു വാക്യൂം സ്റ്റാൻഡ് ഉണ്ട്. കണ്ടോ, നമ്മൾ ഫീഡ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇത് സേഫ് ആയിട്ട് വെക്കാൻ പറ്റും. അത് സേഫ് ആയിട്ട് അവിടെ ഇരുന്നോളും. അപ്പൊ ഇത് കണ്ടുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ഈ ഒരു ബ്രാൻഡ് മേടിക്കാൻ കാര്യം. അപ്പൊ നമുക്ക് ഇതിനെ വേഗം തിളപ്പിച്ചെടുക്കാം, എന്നിട്ട് ബാക്കി നമുക്ക് നോക്കാം. ഞാനിപ്പോൾ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. 3 to 5 minutes ആണ് ബോയിലിംഗ് ടൈം പറയുന്നത്. നമുക്കൊരു 5 minutes വെക്കാം. വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് കുറുക്ക് ഒഴിക്കാം കേട്ടോ. എന്തോ വരുവാടാ. കുറുക്ക് നമുക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് അടച്ചിട്ട് നോക്കാം കേട്ടോ. 90 ml ആണ് ഇതിനകത്ത് നമുക്ക് കപ്പാസിറ്റി ഉള്ളത്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഓട്സ് ആണ്. ഓട്സിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ബദാമും കുറച്ച് കാഷ്യൂനട്ടും കൂടെ അരച്ചിട്ടുള്ളതാണ്. കുറച്ച് തിക്കായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് കണ്ടോ, നമ്മളിത് ചെറുതായിട്ട് സ്ക്വീസ് ചെയ്യണം. സ്ക്വീസ് ചെയ്യുമ്പോഴാണ് അകത്തുനിന്ന് വരുന്നത്. കണ്ടോ, ഇങ്ങനെ ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ഒഴിക്കാം. കണ്ടോ, നമുക്ക് ഇപ്പോൾ കൊടുത്തതിന് ശേഷം നമുക്ക് വെക്കണമെങ്കിൽ ഇതുപോലെ കണ്ടോ, പോവില്ല. കണ്ടോ, ഇങ്ങനെ ആ ക്യാപ്പും കൂടെ അടങ്ങ് വെച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഈ ഒരു ബേബി ഫീഡർ ഞാൻ രണ്ടാമത് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഫസ്റ്റ് ഞാൻ ഫില്ല് ചെയ്തത് ഫുള്ള് ബേബിക്ക് കൊടുത്തു. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഫീഡ് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. പിന്നെ സ്പൂൺ വെച്ചിട്ട് ഞാൻ കൊടുക്കുന്നതിനെക്കാട്ടിലും എനിക്ക് ഭയങ്കര ഈസി ആയിട്ട് ഇത് ഫീൽ ചെയ്തു. കാരണം നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് നമുക്ക് സ്ക്വീസ് ചെയ്ത് ഈ ഒരു സ്പൂണിലേക്ക് എടുക്കാം. കുഞ്ഞിന് കൊടുക്കുമ്പോഴും അത് എളുപ്പമാണ്. ഇത് ഭയങ്കര ഫ്ലെക്സിബിളാണ്, സോഫ്റ്റാണ്. കുഞ്ഞിൻ്റെ ഗംസിനൊക്കെ തട്ടുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല അത് കൊടുക്കുമ്പോൾ. പിന്നെ അതുപോലെ മെസ്സി ആക്കാണ്ട് കൊടുക്കാൻ പറ്റും. ഈ ഉടുപ്പ്, ഈ ഷോൾ ഇട്ടിരിക്കുന്ന തന്നെ എൻ്റെ ഉടുപ്പ് ഫുള്ള് കൊച്ചിൻ്റെ കുറുക്കാണ്. അപ്പോൾ അത് ഈ വീഡിയോയിലെങ്കിലും വൃത്തിയായിട്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഷോളൊക്കെ ഇട്ടിട്ടിരിക്കുന്നത്. അപ്പം പിന്നെ അതുപോലെ ഇത് ഞാൻ പറഞ്ഞല്ലോ BPA ഫ്രീ ആണ്. പിന്നെ ഇത് 2 കളറിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്, പിങ്ക് കളറിലും ബ്ലൂ കളറിലും. ഞാനിപ്പം ഇത് പക്ഷേ പിങ്കാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഞാൻ കളർ നോക്കാതെയാണ് വാങ്ങിച്ചത്. ഇത് പിങ്ക് അല്ല, ഒരു ലൈറ്റ് ഷെയ്ഡാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവർ പറഞ്ഞ സക്ഷൻ, അതെ ഹാൻഡ്സ് ഫ്രീ യൂസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കണ്ടോ, പിന്നെ കറക്റ്റ് മെഷർമെൻറ്റ്, അതായത് നമുക്ക് ഇതിൽ മെഷർമെൻറ്റ് കൊടുത്തിട്ടുള്ളത് നമ്മൾ എത്ര എടുത്തു, എത്ര കുഞ്ഞ് കുടിച്ചു എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ കുറച്ചേ കുടിച്ചോളൂ നമ്മൾ പറയാം, എന്തോരം കുടിച്ചോ, വയറ് നിറഞ്ഞാവോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട, ടെൻഷൻ വരേണ്ട കാര്യമില്ല. കഴുകാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. അപ്പം ഞാൻ എന്തിനാണ് ഇങ്ങനെ വീഡിയോ ഇടുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പം എന്താ പറയുക, പുതിയതായിട്ടുള്ള ഇങ്ങനെ സാധനങ്ങളൊക്കെ ഞാൻ പരിചയപ്പെടുമ്പോൾ അത് മറ്റുള്ളവർക്കും കൂടെ പരിചയപ്പെടുത്തി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വീഡിയോസ് ഇടുന്നത്.
അപ്പം വരുന്ന തിങ്കളാഴ്ച ഞാൻ നിങ്ങൾക്ക് വേറൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. ഇത് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല നമുക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇത് വൈറ്റ് നോയ്സ് മെഷീൻ അല്ലെങ്കിൽ സൗണ്ട് മെഷീൻ എന്നൊക്കെ പറയും. ഇതിന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഇതിനെക്കുറിച്ച് പറയാനായിട്ട്. അപ്പോൾ വരുന്ന 2-3 ദിവസങ്ങളിൽ വേറെ അല്ലാതെ കുറച്ച് വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് മൺഡേ ആണ് ഞാൻ ഈ ഒരു സൗണ്ട് മെഷീനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പം അത് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും.